ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു മനോഹരമായ വീടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. ഇത് ഷിജു ഷെമി ദമ്പതികളുടെ വീടാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 10 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് A3S ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. അതുപോലെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് വെൽ ഹോം ഇൻറ്റീരിയേഴ്സ് ആണ്. അപ്പം നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തത് A3S ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. ഹസ്ബൻഡും വൈഫും കൂടിയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അജീഷും അൽഷിഫയാണ്. അൽഷിഫ ഇപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അജീഷ് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് അജീഷ്. അപ്പോൾ നമ്മളല്ലേ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്? ഇത് 2000 സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 10 സെന്റ് പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൗൺ ആയിരുന്നു ഈ ഭൂമി, നല്ലപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്താണ് എടുത്തേക്കുന്നത്. പിന്നെ അത് തന്നെ ബേസ്മെന്റ് എന്ന് പറയുന്നത് RCC ബേസ്മെന്റ് ആണ് ചെയ്തേക്കുന്നത്. അതെ 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 അതെ. നമുക്ക് ഈ ഒരു പിന്നെ എല്ലാം കൂടി, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷന്റെ ഉൾപ്പെടെ എല്ലാം കൂടി എത്ര ആയിട്ടുണ്ടാവും കോസ്റ്റ് ഒക്കെ? നമുക്ക് മൊത്തം ഒരു 75 lakh ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് വെൽ ഹോം എന്ന് പറയുന്ന ഫേം ആണ് അല്ലേ? അതെ അതെ, നമ്മൾ ലിങ്ക് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ് വർക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തുറക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. ഇത് ഈ ഒരു ഭാഗം ഫോൾഡബിൾ ആണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ്. ഈ ഒരു സൈഡിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് സൈഡിലും ഒക്കെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു കിണറാണ്. ഈ ഒരു കിണറിൽ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും നമുക്ക് കിണറിൽ വെള്ളം കോരാനുള്ള രീതിയിൽ ഇങ്ങനൊരു പ്രൊജക്ഷൻ കാണും അല്ലേ? അപ്പോൾ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു കാര്യമില്ലാതെ തന്നെ ഇത് ചെയ്തിരിക്കുന്നതാണല്ലോ. ഇതിൻ്റെ ആ ഒരു ഇവിടെയായിട്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഹൈറ്റ് നമുക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സ്ക്രൂ ഊരി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ കപ്പിയും കയറും യൂസ് ചെയ്ത് നമുക്ക് വെള്ളം കോരാം. അപ്പോൾ നമുക്കൊരു വൃത്തികേട് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. കിണർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഇനി അത് വളർന്ന് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. നമ്മുടെ ഈ ഒരു വോളിലായിട്ടൊക്കെ തന്നെ ഇവിടെ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട്, ഈ ഒരു വിൻഡോസിൻ്റെ ചുറ്റുമുള്ള പോർഷനിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുകളിലും താഴെയും ടൈല് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടെയും നമുക്കിങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോർഷനിലായിട്ട് SS ബോർഡർ കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ എപ്പോഴും പ്ലെയിൻ ഗ്ലാസ് ആണ് ഇവിടെ കാണാറുള്ളത്. ഇവിടെ ഡിസൈനർ ഗ്ലാസ് കൊടുത്തിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡിലെ വോളിലായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ഡബിൾ ഡോർ ആണ്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇവിടെ എല്ലാം തന്നെ ഇൻറ്റീരിയേഴ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു TV യൂണിറ്റും അതുപോലെ പാർട്ടീഷൻസും ഇവിടുത്തെ വാർഡ്രോബ്സും കാര്യങ്ങളെല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റീരിയേഴ്സിനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 14 lakhs ആണ്, ഇൻക്ലൂഡിങ് ലൈറ്റ് ഉൾപ്പെടെ 14 lakhs-നാണ് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്, ഒരു ക്യൂൺ സൈസ് കോട്ട്, അതുപോലെ ഒരു കിങ് സൈസ് കോട്ട്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കിച്ചൺ കാര്യങ്ങളെല്ലാം ഈ ഒരു ഫർണിച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അല്ലാതുള്ള ഇൻറ്റീരിയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്, ഈവൻ വാർഡ്രോബ്സ്, എല്ലാ റൂമിനെയും വാർഡ്രോബ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിട്ടുള്ള ടോട്ടൽ കോസ്റ്റ്, ഇൻറ്റീരിയറിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 14 lakhs ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇവിടെ നല്ലൊരു ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൂവേഴ്സ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നല്ലൊരു പാർട്ടീഷൻ യൂണിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ഒരു വോളിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതൊരു ടെക്സ്ചർ വർക്ക് ആണെന്ന്. ഇത് പെയിൻ്റ് ആണ് കേട്ടോ. ഇലുമിനേഷൻ റോയൽ പ്ലേ എന്ന് പറയുന്ന പെയിൻറ്റിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ലൊരു കോർണർ സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഫുൾ മുകളിൽ സീലിംഗിലെല്ലാം തന്നെ ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ടൈലാണ്, സൊമാനിയുടെ ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വരുന്നത് ഡൈനിങ് പോർഷനിലോട്ടാണ്. നല്ലൊരു ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് ഡിമോസ് ഫർണിച്ചേഴ്സ് കൊല്ലം എന്നാണ്. ഇനി മുകളിലായിട്ട് ജിപ്സം വർക്കും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും എല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഡെക്കോർ ചെയ്തിരിക്കുന്നു. ഒരു മിററാണിത്. ആ ഒരു 2 സൈഡിലായിട്ടും ലൂവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ കാണുന്ന മുകളിൽ ഇങ്ങനെ പർഗോള വർക്ക്സ് വരുന്നതാണല്ലോ ഇങ്ങനെ കൊടുക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഈ ഒരു സൈഡിൽ പർഗോള വർക്ക്സ് കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു പ്ലേസ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ബെഡ്റൂമാണിത്. 365/328 ആണ് ഈ ഒരു റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, പകരം നമ്മൾ ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുകയാണ്. ഭംഗിയായിട്ടാണ് ഇവിടെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബൊക്കെ തന്നെ മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് ആ ഒരു പോർഷനിലാണ് ഈ ഒരു കോമൺ ബാത്റൂം വരുന്നത്. ഇത് വാൾ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അയൺ ടേബിളാണ് കേട്ടോ. നമുക്ക് താഴ്ത്തി വെക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇത് കിച്ചണാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഈ ഒരു ബെഡ്റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 400/360 ആണ്. ഇവിടെ സ്ലൈഡിങ് വാർഡ്രോബ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ്സ് ഒക്കെ തന്നെ മറൈൻ പ്ലൈ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹെഡ് ബോർഡിലോട്ട് വരികയാണെങ്കിലും ഹെഡ് ബോർഡും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത്രയും ഭാഗം കുഷൻ കൊടുത്തിരിക്കുന്നു. മുകളിലോട്ടായിട്ടും മറൈൻ പ്ലൈയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കോട്ടും ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു സ്റ്റെയർ ഏരിയയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയൊക്കെ തന്നെ സ്റ്റോറേജ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും സ്റ്റോറേജ് ആണ്. പിന്നെ ഈ ഒരു പോർഷനില്ലേ അവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സൈഡിൽ നല്ല രീതിയിൽ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ക്ലോസ്ഡ് സ്റ്റോറേജ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ബാറ്ററി കാര്യങ്ങൾ ഒക്കെ അതിനകത്താണ് CCTVയുടെ കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതൊട്ടും നമുക്ക് വൃത്തികേടാവാത്ത രീതിയിൽ ആ ഒരു ഭാഗത്ത് സേഫ് ആയിട്ടിരിക്കുന്നു.
ഇതാണ് നമ്മുടെ ഇവിടുത്തെ മോഡുലാർ കിച്ചൺ. ഈ ഒരു കിച്ചണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം സോഫ്റ്റ് ക്ലോഷേഴ്സ് ആണ് കേട്ടോ. കബോർഡ്സ് എല്ലാം തന്നെ സോഫ്റ്റ് ക്ലോഷേഴ്സ് ആണ്. ഇവിടെ ഒരു ടൗൾ യൂണിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ആക്സസറീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ടാൻഡം ബോക്സസുകളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കബോർഡ്സ് ഒക്കെ തന്നെ നല്ല ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ടാൻഡം ബോക്സസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഫേബറിന്റെ ഹുഡ് ആൻഡ് ഹോബ് ചെയ്തിരിക്കുകയാണ്. ഇതുകൂടാതെ വിറകടുപ്പോട് കൂടി ഒരു വർക്കിംഗ് കിച്ചൺ കൂടി ഇവിടെയുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ആ ഒരു പോർഷനിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ കയറി വരുന്ന ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ്. അവിടെയും സീലിങ്ങിൽ നല്ല ഭംഗിയായിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. പിന്നെ ഒരു ബാൽക്കണിയും ടെറസ് ഏരിയ ആണുള്ളത്. ഇവിടെയും റൂംസൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫർണിച്ചേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിരിക്കുന്നു. നല്ലൊരു വാർഡ്രോബാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം. നമുക്കിവിടുത്തെ ബാൽക്കണി പോർഷൻ കാണാം. ഇവിടെയും താഴെ ചെയ്ത പോലെ ആ ഒരു വോളിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു. നല്ലൊരു ലൈറ്റ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട് പണിയെക്കുറിച്ചും വീട് വെക്കാൻ ഉള്ള പ്ലാൻ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് അവരോട് ചോദിക്കാം. പുറത്ത് ബഹറിനാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു വീടെന്ന് വെച്ചാൽ നിഷയുടെ ബ്ലോഗ് കണ്ട് 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 ഇങ്ങനെ ഒരു വീട് വെക്കണമെന്നൊരു പ്ലാൻ വന്നത്. അന്ന് തൊട്ടേ വിചാരിച്ചാണ് വെക്കുവാണെങ്കിൽ നല്ലൊരു വീട് വെക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് അജീഷിൻ്റെ ഒരു ഹെൽപ്പും കൂടെ വന്നതുകൊണ്ട് നല്ലൊരു വീട് ഉദ്ദേശിച്ചതിലപ്പുറം പോയി. നമ്മളൊരു ലോ ബഡ്ജറ്റ് ഒരു വീടാണ് ഉദ്ദേശിച്ചത്. പണിഞ്ഞ് വന്നപ്പോഴത്തേന് നല്ല ഒരു നമ്മുടെ ബഡ്ജറ്റിനും പുറത്ത് പോയി. 100% സാറ്റിസ്ഫൈഡാണ്. പിന്നെ അജീഷിനെ പോലെ നല്ലൊരു എഞ്ചിനീയറിനെ കൂടെ കിട്ടിയതുകൊണ്ട് നമ്മൾ അജീഷും അതുപോലെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്ത വെൽഹോം ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ അമീൻ എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള അവർ രണ്ടുപേരും കൂടെ ആയതുകൊണ്ട് നമുക്ക് 101% സാറ്റിസ്ഫൈഡാണ്. എൻ്റെ പേര് ഫിദ ഫാത്തിമ. എൻ്റെ പേര് ഷെമീന. ഞാൻ JPH-നായിട്ട് കോട്ടയത്ത് വർക്ക് ചെയ്തതാണ്. ഇല്ല, നമ്മൾ സ്ഥലത്തില്ലാതെ തന്നെ അജീഷിൻ്റെ ഒരു ഇതിലാണ് വീട് പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് വീടൊക്കെ ഇഷ്ടപ്പെട്ടത്? ഫ്രണ്ട്സൊക്കെ വന്നിരുന്നോ? എല്ലാവരും എന്താ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചാനൽ കണ്ടിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരു വീട് വെക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ തന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ എന്നെ വിളിച്ചതും ആ ഒരു ഇതിലാണല്ലേ, വീഡിയോസ് കാണുന്നതിൻ്റെ ഒരു ഇതിലാണ് എന്നെ ഈ ഒരു വീട് ചെയ്യാൻ വരാൻ വിളിച്ചതും എനിക്കും വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് വീട് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നത്. നമ്മളും അതിനകത്ത് എവിടേക്കോ ഒരു പാർട്ടായി എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ.
ഒരുപാട് സന്തോഷം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇത് 2000 സ്ക്വയർ ഫീറ്റിൽ 10 സെൻറ്റ് പ്ലോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻസ് ചെയ്തിരിക്കുന്നത് A3S ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് വെൽ ഹോം ഇൻറ്റീരിയേഴ്സ് ആണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് ആ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണുള്ളത്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.